ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഇന്ന് രാവിലെ കുറച്ച് മടി പിടിച്ചൊരു ദിവസമായിരുന്നു. കാരണം നമ്മൾ നേരം വൈകിട്ടാണ് ഇന്ന് എണീറ്റത് തന്നെ. അപ്പം നമ്മളിന്ന് ചോറൊക്കെ വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത്തിരി നേരം നന്നായി വൈകുമെന്ന് മനസ്സിലായതുകൊണ്ട് മാഗി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാഗി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് രാവിലെ. അപ്പം അങ്ങനെ അവർ കഴിച്ച് പോകാറുണ്ട്. അപ്പം അങ്ങനെ രാവിലെ മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഞാനും കൂടിയിട്ട് രാവിലെ കഴിച്ചു കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരം വൈകിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാറ്. മാഗിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി ചൂട്ടോടെ തന്നെ കഴിക്കണ്ടേ, അല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവർ പോയിട്ടോ പഠിക്കാനായിട്ട്. പിന്നെ നമുക്കൊന്ന് ടൗണിൽ പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകാറ് നമ്മുടെ പുത്തമ്പള്ളിയുടെ അടുത്തുള്ള പ്രൈഡിലേക്കാട്ടോ പോകാറ്. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മൾ വള എന്തെങ്കിലും എടുക്കാനാണെങ്കിൽ വേറെ കടകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടാറില്ല. പക്ഷെ നമ്മൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സെയിം തന്നെയായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ എന്നും അവിടേക്ക് തന്നെയാണ് കേട്ടോ പോവാറ്. നല്ല ഭംഗിയുള്ള പാലക്ക മാലകളുടെ കുറേ കളക്ഷൻ അവിടെ കണ്ടു കേട്ടോ നമ്മൾ. പിന്നെ കല്യാണങ്ങൾക്ക് പറ്റിയുള്ള ഒരുവിധം എല്ലാ മോഡലുകളും മാലകളും കമ്മലും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങളിതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കയറി നോക്കണേ. അധികം വലിയ വിലയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ ആട്ടോ പോയത് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവർ സ്കൂൾ വണ്ടിയിൽ വരുന്നില്ല, എൻ്റെ കൂടെ പോരുന്നുണ്ടെന്ന് പറഞ്ഞു വരുന്ന നേരത്ത്. അങ്ങനെ വരുന്ന ടൈമിൽ ഇവർക്ക് ഷെയ്ക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് 2 പേർക്കും ഓറിയോ ഷെയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഒരു ചോക്ലേറ്റിൻ്റെ ഷെയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ചോക്ലേറ്റിൻ്റെ ഷെയ്ക്കാണ് ഇഷ്ടം. അപ്പോൾ നമ്മളതും വാങ്ങിച്ച് ഒക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോന്നു. വൈകിട്ടേക്ക് നമ്മൾ ഒരു മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മന്തി ഇതുവരെ ആരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റൈസ്, ബിരിയാണിയുടെ റൈസ് ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ കറിയും ബാക്കി ഉണ്ടായിരുന്നത് 2 ദിവസം ചിക്കൻ കറി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ബാക്കി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കാനായിട്ട് തോന്നിയില്ല. അതിലത്തെ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേച്ചിട്ട് നമ്മൾ അതിനെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കനും തക്കാളിയും സബോളയും കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ ചിക്കൻ ക്യൂബും അങ്ങനെ കുറച്ച് മസാലകളൊക്കെ നമ്മൾ ചേർത്തിട്ട് അതിനെ കുറച്ച് നേരം ഒന്ന് വഴറ്റി തീ സിമ്മിലാക്കിയിട്ട് മൂടി വെച്ച് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ബിരിയാണിയുടെ ചോറും കൂടിയിട്ട് നന്നായി ആവി കയറ്റി എടുത്തു കേട്ടോ. അണ്ട് ഈ ചിക്കൻ ഇളക്കിയെടുത്തതിലേക്ക് നമ്മൾ ഈ റൈസ് കുറച്ച് ഈ ചീഞ്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ മൊത്തത്തിൽ എല്ലാ റൈസും അതിലേക്ക് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കനൽ വേണ്ടി വരുമല്ലോ. അപ്പം നമ്മൾ കനൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കലൊന്നുമില്ല, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് കനലും ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ചോറ് നന്നായി എല്ലാ സൈഡിലേക്കും നിരപ്പാക്കി കൊടുത്തിട്ട് നടുഭാഗം ഒന്ന് കുഴിച്ച് വെക്കണം കേട്ടോ. നമുക്ക് കനൽ വെക്കാനായിട്ടുള്ളതാണ്. പിന്നെ ഇത്തിരി എന്തായാലും മന്തിയല്ലേ ഉണ്ടാക്കണേ, അതിന് ഇത്തിരി കളറൊക്കെ ആവശ്യമില്ലെന്ന് വെച്ചിട്ട് നമ്മൾ പാലിലേക്ക് കുറച്ച് യെല്ലോ കളറും കുറച്ച് റെഡ് കളറും കൂടിയിട്ട് നമ്മൾ 2 സൈഡിലും കുറച്ച് ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കനലൊരു പാത്രത്തേക്ക് എടുത്തിട്ട് അത് നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൈയോടെ ഒഴിക്കണം കേട്ടോ. അങ്ങനെ എന്നിട്ട് വേഗം എന്തെങ്കിലും മൂടി വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്ന വെയിറ്റ് അമ്മിക്കൂടെ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചതയ്ക്കണ ഒരു കല്ലുണ്ട്, അതാണ് വെച്ച് കൊടുത്തത്. അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റ് നേരം തീ സിമ്മിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മയോണൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. മുട്ട വെച്ചിട്ടുള്ള മയോണൈസ് കഴിക്കാൻ എത്ര ഇഷ്ടമല്ല. അപ്പം അത് കാരണം നമ്മൾ മിക്കപ്പോഴും പാല് വെച്ചിട്ടുള്ള മയോണൈസായിട്ട് ഉണ്ടാക്കാറ്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റും കൂടിയിട്ടാണ്. അപ്പം അതിനൊരു മിക്സിയുടെ ജാറിൽ നിന്ന് തുടച്ചെടുത്തിട്ട് ഒരു 2 കുറ്റി വെളുത്തുള്ളിയും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീരുണ്ടായില്ലേ, അപ്പോൾ നമ്മൾ വിനാഗിരി ആട്ടോ ഒരു സ്പൂൺ എടുത്തത്. പാല് നമ്മളൊരു 1/4 ഗ്ലാസ് ആട്ടോ എടുത്തത്. അതുപോലെ തന്നെയാണ് സൺഫ്ലവർ ഓയിലും നമ്മൾ 1/4 ഗ്ലാസ് തന്നെയാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ 2 ട്രിപ്പായിട്ട് അത് ഒഴിച്ചടിച്ചെടുക്കണം. പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ ഈ മയോണൈസിൻ്റെ തിക്ക്. നമുക്കൊരുപാട് കട്ടിയുള്ളത് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഇത്തിരി ലൂസായിട്ടുള്ള ടൈപ്പിലാണ് എടുത്തത്. പിന്നെ നമ്മളത് 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ റൈസ് നല്ല സെറ്റായി, നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പം നമ്മളത് തുറന്ന് കഴിഞ്ഞിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോണും കൂടി പിടിച്ച കാരണം നമുക്ക് ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാം കൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ ജസ്റ്റ് കുറച്ച് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മന്തി. പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയ കാരണം അതിനുണ്ട് ഒരു പ്രത്യേക സ്വാദും നല്ല സ്മെല്ലും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേനും മന്തിയല്ലേ, അത് സെറ്റായി വന്നപ്പോൾ മക്കൾ ദേ വന്നിക്കാട്ടോ മന്തി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവർക്കൊക്കെ ആദ്യം കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളും കഴിക്കുന്നുണ്ട്, ചൂട്ടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി ആരെങ്കിലും ഇതുപോലത്തെ മന്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.